ഈ SAS ക്രൈറ്റീരിയയിൽ എസ് എന്ന് പറയുന്നത് സൈഡും എ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിളുമാണ്. രണ്ട് എസിൻ്റെ സെൻറ്ററിലാണ് എ വരുന്നതെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആംഗിളാണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ DEF. ഇതിൽ AB എന്ന് പറയുന്ന സൈഡും DF എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അതേപോലെ BC എന്ന് പറയുന്ന സൈഡും EF എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈ രണ്ട് സൈഡിൻ്റെയും ഉള്ളിലുള്ള ആംഗിൾ, ഈ ആംഗിളുകളും സെയിം ആണ്. ഡബിൾ ഡാഷിൻ്റെയും സിംഗിൾ ഡാഷിൻ്റെയും ഇടയിലുള്ള ആംഗിൾ അത് സെയിം ആണ്. ഇങ്ങനെ രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും സെയിം ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ട്രയാങ്കിൾ ABC എങ്ങനെയാണ് എഴുതുക? കോൺഗ്രൻ്റ് ആണ്. അടുത്ത ട്രയാങ്കിൾ എഴുതണത് ഫസ്റ്റ് ABC ഈ ഓർഡറിലാണ് എഴുതിയേക്കണത്. സിംഗിൾ ഡാഷ് ഡബിൾ ഡാഷ്, ഫസ്റ്റ് സിംഗിൾ ഡാഷ് രണ്ടാമത് ഡബിൾ ഡാഷ്. അപ്പോൾ അടുത്ത ട്രയാങ്കിളും സിംഗിൾ ഡാഷ് ഡബിൾ ഡാഷ് അല്ലേ? ഫസ്റ്റ് ഇത്, രണ്ടാമത് ഡബിൾ ഡാഷ്. അപ്പോൾ ഈ ഓർഡറിൽ വേണം എഴുതാൻ. DFE. അപ്പോൾ SAS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും അടുത്ത ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനോടും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഇതാണ് SAS ക്രൈറ്റീരിയ.